നിയമസഭാ കാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയം എന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയായിരുന്നുവെങ്കിൽ അതിന്റെ തുടർച്ച എന്ന നിലയിലായിരുന്നു ശബരിമലയിലെ കൊടിമരം പുനർനിർമ്മാണത്തിലടക്കം അഴിമതി നടന്നിട്ടുണ്ടോ എന്ന സംശയം ഉയരുന്ന പശ്ചാത്തലമുണ്ടാകുന്നത്. അതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം നിരവധി ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടാകുന്നു. അതിലിപ്പോഴിതാ മോഹൻലാലിന്റെ മൊഴിയെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ നടൻ ദിലീപിന്റെയും മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ കൊടിമര നിർമ്മാണത്തിന് വേണ്ടി സമൂഹത്തിന്റെ നാനാതുറകളിൽ ഉള്ളവർ സ്വർണം ഒരു കാണിക്ക അല്ലെങ്കിൽ വഴിപാട് എന്ന നിലയിലൊക്കെ നൽകിയിരുന്നു. അവരുടെ കൂട്ടത്തിൽ നിരവധി സിനിമാ താരങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ താരങ്ങളുടെ മൊഴിയെടുക്കുന്നത്. കൊടിമര നിർമ്മാണത്തിന് സ്വർണം നൽകിയെന്ന് മോഹൻലാൽ മൊഴി നൽകി. കൈമാറിയത് 2 പവൻ സ്വർണമായിരുന്നു എന്നതാണ് വിവരം. സ്വർണം നൽകുന്നതിന് അവസരമുണ്ട് എന്ന് അറിയിച്ചത് നടൻ സുരേഷ് ഗോപിയാണ് എന്നും അദ്ദേഹം മൊഴി നൽകി എന്നുള്ളതാണ് വിവരം. ഡാൻ കുര്യൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, ഈ താരങ്ങളിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ശബരിമലയിലെ കൊടിമര നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി വിജിലൻസിന്റെ പ്രത്യേക സംഘം നടത്തുന്ന പരിശോധന ഏറെക്കുറെ അവസാനിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ചലച്ചിത്ര താരങ്ങളായ മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോഹൻലാൽ തന്റെ സുഹൃത്ത് മുഖേനയാണ് താൻ ഈ സ്വർണം സംഭാവന ചെയ്തത്. 2 പവൻ സ്വർണമാണ് നൽകിയത്. സുരേഷ് ഗോപിയാണ് ഇങ്ങനെ ഒരു അവസരം സ്വർണം സംഭാവന ചെയ്യാൻ, കൊടിമര നിർമ്മാണത്തിന് സ്വർണം സംഭാവന ചെയ്യാൻ അവസരമുണ്ടോ എന്ന കാര്യം അറിയിച്ചതെന്നും അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായാണ് വിവരം. നടൻ ദിലീപും സമാനമായ കാര്യം തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. ഇങ്ങനെ 27 പേരിൽ നിന്ന് സംഭാവന സ്വീകരിച്ചിട്ടുണ്ട് ഈ കൊടിമര നിർമ്മാണത്തിന് വേണ്ടിയുള്ള. ചില പ്രമുഖരുടെ കൂടി മൊഴി അന്വേഷണ സംഘം വളരെ രഹസ്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ആഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായൊരു റിപ്പോർട്ട് തയ്യാറാക്കും. എന്നിട്ട് ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനുള്ള ഒരു നീക്കമായിരിക്കും ഉണ്ടാകുക. എന്തായാലും ഇതിൽ ഏത് തരത്തിലാണ് അസ്വാഭാവികതകൾ ഉണ്ടായിരിക്കുന്നത്, അതിനേതെങ്കിലും തരത്തിൽ ഈ സ്വർണം സംഭാവനയായി സ്വീകരിച്ചതിന് ശേഷം അതിന്റെ കൃത്യമായ രസീത് നൽകിയിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ പരിശോധന നടക്കുന്നുണ്ട്. അവിടെ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയതാണ്. അതായത് ദേവസ്വം മാനുവലിൽ പറയുന്നത് ഇത്തരത്തിൽ എന്ത് സംഭാവനകൾ സ്വീകരിച്ചാലും അതിന് കൃത്യമായ ഒരു രസീത് നൽകണമെന്നാണ്. അത് കൃത്യമായി തന്നെ മാനുവലിൽ എടുത്തു പറയുന്നുണ്ട്. ആ രസീത് നൽകാതെ എത്ര പേരിൽ നിന്ന് സ്വർണം സംഭാവനയായി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം വിശദമായി തന്നെ പരിശോധിക്കുന്നത്. സംബന്ധിച്ച് ചില സൂചനകൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ദിശയിലേക്ക് അന്വേഷണം നീളുന്നത്. അതിന്റെ ഭാഗമായാണ് മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴി ഈ കേസുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെസ്, ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതായത് കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഴിമതി സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഈ കൊടിമരത്തിന് സ്വർണം നൽകിയ ആളുകൾ അവരെയാണ് വിശദമായി ചോദ്യം ചെയ്തത്. സ്വർണം എത്ര നൽകി എന്നതിൻ്റെ ഒരു ഏകദേശ കണക്ക് അവരിൽ നിന്ന് ശേഖരിക്കാൻ സാധിക്കും. അതിനുശേഷം എത്ര സ്വർണം ഉപയോഗിച്ചു അല്ലെങ്കിൽ എത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ആരാണ് കൊണ്ടുപോയത്, അങ്ങനെയൊക്കെയുള്ള നിരവധിയായ സംശയങ്ങൾ ആണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൂടി ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ നടത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.